മാളയിൽ നടന്ന ഡി സോൺ കലോത്സവത്തിൽ സംഘർഷം. 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ കൊണ്ടുവന്ന ആംബുലൻസിന് നേരെയും ആക്രമണം. മത്സരങ്ങൾ നിർത്തിവെച്ചു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് ബി.ജെ.പി കൌൺസിലർമാരുടെ പ്രതിഷേധം. മാസ്റ്റർ പ്ലാൻ വിഷയത്തിലെ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ. തൃശൂർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് കെ.പി.സി.സി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. വേലൂരിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. പഞ്ചായത്തിന്റെയും കരാറുകാരന്റെയും അനാസ്ഥയ്ക്കെതിരെ മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്ത്. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാട്ടുകാഴ്ചകൾ വൈകിട്ട് ജാറമംഗലത്തിൽ എത്തിച്ചേരും. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. മാള ഹോളി ഗ്രേസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ മാറ്റിവെച്ചു. തിങ്കളാഴ്ച രാത്രി 12ഓടെയാണ് സംഘർഷമുണ്ടായത്. സ്കിറ്റ് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഫലപ്രഖ്യാപനത്തെ ഒരു വിഭാഗം ചോദ്യം ചെയ്തത് തർക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മത്സരം തുടങ്ങുന്നതും ഫലപ്രഖ്യാപനം വൈകുന്നതും സംബന്ധിച്ച് ആദ്യ ദിവസം മുതൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഫലപ്രഖ്യാപനം വൈകുന്നത് അട്ടിമറിയായിരുന്നുവെന്നാണ് SFIയുടെ ആരോപണം. SFI KSU പ്രവർത്തകർ തമ്മിൽ 1.5 മണിക്കൂറോളം ഏറ്റുമുട്ടി. കമ്പിവടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവിഭാഗത്തിലുമുള്ള വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ SFI പ്രവർത്തകൻ അഗ്നിവേശിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആക്രമിച്ചു. ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. തർക്കം ഒരു സംഘർഷത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു 10ഓളം വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ കൊരട്ടി സ്റ്റേഷനടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10ഓളം വരുന്ന DYFIയുടെ SFIയുടെയും പ്രവർത്തകർ വന്ന് വണ്ടി തല്ലി പൊളിച്ചു. പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും അത് ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ചു പൊളിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്തോ ഭാഗ്യവശാലാണ് അവർ അടിച്ചത് ഞങ്ങളുടെ മേത്ത് കൊള്ളാതെ ചില്ലടക്കം ഉള്ള കാര്യങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ളത്. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കലോത്സവ വേദിയിൽ മത്സരാർത്ഥികൾക്കെതിരെ സംഘാടകരുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് സംഘർഷമുണ്ടാക്കിയതെന്നും SFI ആരോപിച്ചു. കലോത്സവത്തിന്റെ തുടക്കം മുതൽ SFIയുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് തകർത്തുവെന്നും KSU ആരോപിച്ചു. കലോത്സവത്തിന് സൗകര്യങ്ങൾ കുറഞ്ഞ കലാലയം തിരഞ്ഞെടുത്തത് നേരത്തെ തന്നെ വിവാദമായിരുന്നു. 80 ഇനങ്ങളിൽ മത്സരിക്കാനായി 2500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിനായി 4 വേദികൾ മാത്രമാണ് ഒരുക്കിയത്. സംഘാടകർക്ക് മാത്രമല്ല ഹോളി ഗ്രേസ് അധികൃതർക്കും ഉണ്ടായ പരിചയക്കുറവ് തുടക്കം മുതൽ പ്രതിഫലിച്ചിരുന്നു. തർക്കങ്ങളും സംഘർഷാവസ്ഥയും പോലീസിന് തലവേദനയായി. ഓരോ തവണ സംഘർഷമുണ്ടാകുമ്പോഴും പോലീസ് ഇടപെട്ട് ചർച്ച നടത്തിയാണ് മത്സരങ്ങൾ തുടർന്നത്. കെട്ടിട സുരക്ഷയും അനുബന്ധ വിഷയങ്ങളും പരിഹരിക്കാത്തതിന് കലോത്സവം തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപ് ഹോളി ഗ്രേസ് അധികൃതർക്ക് മാള പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു. അഗ്നിരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാത്തത് സംബന്ധിച്ച് മാള അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ ഹോളി ഗ്രേസിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 1.5 മാസം മുൻപ് നോട്ടീസ് നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ലെന്ന് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ നന്ദ കൃഷ്ണദാസ് പറഞ്ഞു. TCV ന്യൂസ്, മാള. തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ വിഷയത്തിൽ കൌൺസിലർമാരെയും മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും പറ്റിക്കുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബി.ജെ.പി കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. പ്രതിപക്ഷ കൌൺസിലർമാർ മേയറെ ഉപരോധിക്കുന്നതിനിടെ ഭരണപക്ഷത്തെ കൌൺസിലർമാർ മാസ്റ്റർ പ്ലാൻ വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന് ആവശ്യമുന്നയിച്ചതോടെ കൌൺസിൽ ഹാൾ ഏറെ നേരം ബഹളത്തിൽ മുങ്ങി. ബി.ജെ.പി കൌൺസിലർമാർ കൌൺസിൽ ഹാളിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. 1 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനു ശേഷം ഉപരോധം അവസാനിപ്പിച്ചു. വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് തന്ത്രമാണ് ഇന്നത്തെ ഈ മാസ്റ്റർ പ്ലാൻ അജണ്ടയിൽ നിർമ്മിക്കുന്നത്. മറ്റ് വിശദീകരിക്കുന്നുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ ഐക്യം ഞങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്നാണ് നിങ്ങൾ ഈ 1 വർഷങ്ങളിൽ ഗുണകരമായ വികസനങ്ങൾ 6 പേജ്
ജനങ്ങളുമായിരുന്നു, അവർക്കത് മനസ്സിലാക്കാമായിരുന്നു. ആ അവസരം നിങ്ങൾ വേണം എന്നത് പതിറ്റാണ്ടുകളായി ഭൂരിപക്ഷമില്ലാതെ ഭൂമാഫിയകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ജനവിരുദ്ധ മാസ്റ്റർ പ്ലാനാണിതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കൌൺസിൽ യോഗത്തിൽ ആരോപിച്ചു. കൌൺസിലിൽ പാസാക്കിയെന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് അയച്ച മാസ്റ്റർ പ്ലാൻ സർക്കാർ തിരിച്ചയച്ചു. കൌൺസിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മാഫിയകൾക്കു വേണ്ടി 12ഓളം DTP സ്കീമുകൾ റദ്ദാക്കി. ഇതിന്റെ ഭാഗമായി ഹൈറോഡിലുള്ള ബെൽമൌത്ത് തന്നെ ഇല്ലാതാക്കി. തൃശൂർ നഗരത്തിലെ പൈതൃക മേഖല ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് മേയറും കൂട്ടരും ചേർന്ന് തൃശൂർ കോർപ്പറേഷനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണെന്നും രാജൻ പല്ലൻ പറഞ്ഞു. അതേസമയം മാസ്റ്റർ പ്ലാൻ വേണമെന്നും അത് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാകണമെന്നും BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. തെറ്റായ മാസ്റ്റർ പ്ലാൻ വിഷയത്തിൽ പ്രതിഷേധിച്ച് BJP കൌൺസിലർമാർ പ്ലക്കാർഡും പിടിച്ച് സ്കൂബ ഡൈവിംഗ് ഡ്രസ്സും ജാക്കറ്റും ധരിച്ച് നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തൃശൂരിൽ ഒരിടവേളയ്ക്കു ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവി സംബന്ധിച്ച് KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ കോൺഗ്രസ് A ഗ്രൂപ്പ് യോഗം ചേർന്ന് DCC പ്രസിഡന്റിനെ നിയമിക്കാത്തതിൽ അമർഷം രേഖപ്പെടുത്തിയിരുന്നു. വേലൂർ പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. പഞ്ചായത്തിന്റെയും കരാറുകാരന്റെയും അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്ത് അംഗം PN അനിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി റോഡുകളുടെ വശങ്ങൾ പൊളിച്ചിട്ടിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. വീടുകൾക്ക് മുന്നിലും ടാറിംഗ് പൊളിച്ച് കുഴിയെടുത്തിരിക്കുന്ന അവസ്ഥയാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ഈ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണികൾ തീർത്തിട്ടുണ്ടെന്നും വേലൂർ പഞ്ചായത്ത് അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നതെന്ന് PN അനിൽ ആരോപിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവിധ നേതൃത്വങ്ങൾക്കും ഇത് സംബന്ധിച്ച് പരാതികൾ അയച്ചിട്ടുണ്ട്. വിവരാവകാശ പ്രവർത്തകർക്ക് പോലും ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് യാതൊരു രേഖകളും വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇല്ല എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളിലൂടെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇവിടെ ഈ 2ാം വാർഡിന്റെ നേതൃത്വത്തിൽ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു മാറ്റിയ എല്ലാ റോഡുകളും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്നെയാണ്. ജൽജീവൻ പദ്ധതിയുടെ പേരിൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം സഞ്ചരിക്കാൻ കഴിയാത്ത വിധം പൊളിച്ചിട്ട നിലയിലാണ്. മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല. ജൽജീവൻ മിഷന്റെ പ്രവൃത്തി സംബന്ധിച്ച രേഖകൾ വേലൂർ പഞ്ചായത്തിലില്ലെന്നും നാട്ടിക വാട്ടർ അതോറിറ്റിക്കാണ് ചുമതലയെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തിയില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന്
ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായ PN അനിൽ, കൺവീനർ ജയൻ വെങ്ങിലിശ്ശേരി, ജോയിന്റ് കൺവീനർമാരായ ദീപ്തി സുമേഷ്, പൊന്നു കുറുമാൽ, ജയചന്ദ്രൻ തയ്യൂർ എന്നിവർ അറിയിച്ചു. TCV എരുമപ്പെട്ടി. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. ചാവക്കാട് തെക്കഞ്ചേരിയിൽ നിന്നുള്ള താബൂത്ത് കാഴ്ച വാദ്യമേളങ്ങളോടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ നഗരം ചുറ്റി ജാറമംഗണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പുത്തൻകടപ്പുറം, ബ്ലാങ്ങാട്, ചാവക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള കൊടിയേറ്റ കാഴ്ച ജാറമംഗണത്തിലെത്തി കൊടിയേറ്റി. വൈകിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാട്ടുകാഴ്ചകൾ ജാറമംഗണത്തിൽ എത്തിച്ചേരും. നാളെ പുലർച്ചെ 5 മണിയോടെ നേർച്ച സമാപിക്കും. പാവറട്ടി മരുതയൂരിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. മരുതയൂർ ആസാദ് റോഡിൽ പഴക്കാട്ടിൽ അഷ്റഫിന്റെ ബൈക്ക് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. മത്സ്യവില്പനക്കാരനായ അഷ്റഫ് റോഡിൽ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ബൈക്ക് വീട്ടിൽ വയ്ക്കാതെ റോഡരികിലാണ് പാർക്ക് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഷ്റഫ് പാവറട്ടി പോലീസിൽ പരാതി നൽകി. പീച്ചി വെള്ളക്കാരിയിൽ തേനീച്ച കുത്തേറ്റ് വയോധികന് പരിക്കേറ്റു. വെള്ളക്കാരി സ്വദേശി ജോസഫിനാണ് പരിക്ക്. വയോധികനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റം കടവല്ലൂരിൽ കണ്ടക്ടറുടെ ദേഹത്തുകൂടി ബസ് കയറിയിറങ്ങി. മറ്റം തൃശൂർ റൂട്ടിലോടുന്ന ജഗന്നാഥൻ ബസ്സിലെ കണ്ടക്ടർ നമ്പഴിക്കാട് പറക്കാട് പറങ്ങനാട്ട് കണ്ണൻ എന്ന് വിളിക്കുന്ന ധനേഷാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടവല്ലൂർ കപ്പേളയ്ക്ക് മുന്നിൽ രാവിലെയായിരുന്നു സംഭവം. മേനോൻപടി സ്റ്റോപ്പിൽ ബസ് നിർത്തിയ ശേഷം പുറകുവാതിലിലൂടെ ഇറങ്ങി മുൻവാതിലിലൂടെ കയറാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. തൃശൂരിൽ കന്യാകുമാരി എക്സ്പ്രസിൽ ട്രെയിൻ യാത്രക്കാരായ യുവാക്കൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. മൂവാറ്റുപുഴ സ്വദേശി സുമേഷിനാണ് കത്രിക കൊണ്ട് കുത്തേറ്റത്. പരിക്കേറ്റ സുമേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സ്വദേശി മുഹമ്മദ് റഷീദിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. ടിക്കറ്റ് എടുക്കുന്നതിനെ സംബന്ധിച്ച തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. അക്രമത്തെ തുടർന്ന് ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 1.25 കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി റായ്ബുൾ ഇസ്ലാമാണ് അറസ്റ്റിലായത്. KSRTC സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ആമ്പല്ലൂർ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പനഗർ വെണ്ടൂർ സ്വദേശികളായ കൈതവളപ്പിൽ വികാസ്, പൂക്കോടൻ രാഹുൽ എന്നിവർക്കാണ് പരിക്ക്. കല്ലൂർ ഭാഗത്ത് നിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടയുടെ മുൻപിൽ ധർണ നടത്തി. അവശ്യ സാധനങ്ങൾ റേഷൻ കട വഴി കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമെത്തിക്കാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോണി അരുമ്പൂർ, R ബാവ, PV ഹരിദാസ്, TM അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിൽ മഹാവാദ്യ സമന്വയം നടന്നു. ഇറ്റാലിയൻ വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ജെസപ്പോ ലോമിയോയും കലാമണ്ഡലത്തിലെ വിവിധ വാദ്യവിഭാഗങ്ങളിലെ പ്രധാന അധ്യാപകരും ചേർന്നാണ് കൂത്തമ്പലത്തിൽ വാദ്യ സമന്വയം സംഘടിപ്പിച്ചത്. വയലിൻ, മൃദംഗം, മിഴാവ്, ചെണ്ട, ഇടയ്ക്ക, തിമില എന്നിവയുടെ വാദ്യ സമന്വയമാണ് അരങ്ങേറിയത്. വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ വാദ്യ സമന്വയം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ഇറ്റലിയിൽ നിന്നെത്തിയ വയലിനിസ്റ്റ് കലാമണ്ഡലത്തിൽ താമസിച്ച് പരിശീലനം നടത്തിയാണ് മഹാവാദ്യ സമന്വയം വേദിയിൽ അവതരിപ്പിച്ചത്. കലാവതരണത്തിനു ശേഷം കലാമണ്ഡലം വൈസ് ചാൻസലർ ജെസപ്പോ ലോമിയോയെ ആദരിച്ചു.
റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങളില്ലാത്തതിനാലും സർക്കാരിന്റെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മേത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനാപ്പുഴയിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. DCC മെമ്പർ PU സുരേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കെത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ KH വിശ്വനാഥൻ, OP സതീശൻ, പ്രിൻസി മാർട്ടിൻ, വിഷ്ണു കേസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് സർക്കാരിന്റെ കാലത്ത് ഇരുപതിന്യമായി അരി കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നേരത്തെ ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വടക്കാഞ്ചേരി കേറ്റിപ്പാടം കർഷക സമിതിയുടെ നേതൃത്വത്തിൽ മുണ്ടകൻ കൃഷി വിളവെടുപ്പ് നടന്നു. മുതിർന്ന കർഷകനായ സേതു കൃഷ്ണൻ നായർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കേറ്റിപ്പാടം കർഷക സമിതി പ്രസിഡന്റ് AR കൃഷ്ണൻകുട്ടി, സെക്രട്ടറി ON സുരേഷ് കുമാർ, ട്രഷറർ KG തോമസ്, കമ്മിറ്റി ഭാരവാഹിയായ ബൽറാം മരവെട്ടിക്കൽ, ശ്രീനാരായണൻ പാരാത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയിലെ ഏങ്ങണ്ടിയൂർ മുതൽ ശ്രീനാരായണപുരം വരെയുള്ള 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം ഇന്നു മുതൽ മുടങ്ങും. എടത്തുരുത്തി ഏറാക്കലിൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനാലാണ് പമ്പിംഗ് നിർത്തിവച്ചത്. സ്ഥിരമായി പൈപ്പ് പൊട്ടുന്ന ഏറാക്കലിൽ 700 mm വ്യാസമുള്ള പ്രിമോ പൈപ്പാണ് മാറ്റുന്നത്. 12 മീറ്റർ നീളത്തിലാണ് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി പ്രധാന പൈപ്പ് ലൈൻ പൊട്ടുന്നത് മൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പതിവായിരുന്നു. ഈ ഭാഗങ്ങളിൽ പ്രിമോ പൈപ്പ് മാറ്റി DI പൈപ്പ് സ്ഥാപിക്കുന്ന പണിയാണ് ആരംഭിച്ചിരിക്കുന്നത്. പണി പൂർത്തീകരിക്കുന്നതുവരെ കുറച്ചു ദിവസത്തേക്ക് കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മാള അരവിന്ദന്റെ 10ാം ചരമവാർഷികം ഇന്ന്. പേരിനൊപ്പം നാടിനെ ചേർത്തുവച്ച മാള അരവിന്ദന്റെ വിയോഗത്തിന് 10 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുമെന്നത് പ്രഖ്യാപനത്തിലൊതുങ്ങി. മാള പഞ്ചായത്ത് സ്ഥലം ലഭ്യമാക്കിയാൽ മാള അരവിന്ദന്റെ സ്മാരകം നിർമ്മിക്കുമെന്ന് വർഷങ്ങളായി സർക്കാർ ആവർത്തിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാള അരവിന്ദന്റെ പേരിൽ ഒരു വർഷം മാള പഞ്ചായത്ത് നാടകോത്സവം നടത്തിയതാണ് ആദ്യത്തെയും അവസാനത്തെയും സ്മാരക പരിപാടി. മാള പഞ്ചായത്തിൽ യാതൊരു പേരും നൽകാത്ത ഏതെങ്കിലും സ്ഥാപനത്തിന് മാള അരവിന്ദന്റെ പേര് നൽകണമെന്ന മാള അരവിന്ദൻ ഫൗണ്ടേഷന്റെ നിവേദനം ചർച്ച ചെയ്യാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. അവസാനം മാളാക്കുളത്തിന് ചുറ്റുമുള്ള രാജീവ് ഗാന്ധി സ്ക്വയറിന്റെ ഒരു ഭാഗത്തിന് മാള അരവിന്ദൻ സ്മാരക വിശ്രമ സ്ഥലം എന്ന പേര് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം വിവാദമായിരുന്നു. അറിയപ്പെടുന്ന കലാകാരനായിരുന്ന മാള അരവിന്ദന്റെ സ്മാരകം പേരിലൊതുക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. മാള ബസ് സ്റ്റാൻഡ്, അരവിന്ദന്റെ വീട്ടിലേക്കുള്ള വടമ റോഡ്, മാളക്കടവ് എന്നിങ്ങനെ പേര് നൽകാത്ത ഏതെങ്കിലും ഒന്നിന് മാള അരവിന്ദൻ സ്മാരകമെന്ന പേരിലാക്കണമെന്ന് ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിരുന്നു. മാള അരവിന്ദന് ഉചിതമായ സ്മാരകം ഒരുക്കുമെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും സർക്കാരും നൽകിയ ഉറപ്പ് 10 വർഷം പിന്നിട്ടിട്ടും നടപ്പാക്കിയില്ല. സ്മാരകം ഒരുക്കുന്നതിന് അഷ്ടമിച്ചിറയിൽ ഉരുണ്ടോളി മൈതാനത്ത് പൊതുമരാമത്ത് വക 5.5 സെന്റ് സ്ഥലമുണ്ടെന്ന് കാണിച്ച് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് മാള പഞ്ചായത്തിനും MLAയ്ക്കും കത്ത് നൽകിയിട്ടുണ്ട്. വിവാദങ്ങളിലൂടെ മാള അരവിന്ദന് സ്മാരകം ഒരുക്കരുതെന്നും ഉരുണ്ടോളിയിലെ സ്ഥലം അനുയോജ്യമാണെന്നും കത്തിൽ പറയുന്നു. 600-ൽ പരം സിനിമകളിൽ അഭിനയിക്കുകയും സംസ്ഥാന അവാർഡുകൾ സഹിതം നേടിയ ഇദ്ദേഹത്തിന് ഇതുവരെ മാളയിൽ അനുയോജ്യമായ ഒരു സ്മാരകം നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന തലത്തിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാളക്കാർക്ക് വലിയ പ്രതിഷേധത്തിന് ഇടയായിട്ടുണ്ട്. മാളയ്ക്കടുത്ത് അഷ്ടമിച്ചിറയിൽ ഉരുണ്ടോളി റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശം നിൽക്കുന്ന മറ്റു നിർമ്മാണ പ്രവർത്തനം ഒന്നും തന്നെ ഇല്ലാത്ത ഈ സ്ഥലത്ത് മാള അരവിന്ദന്റെ സ്മാരകം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിനും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കുമെല്ലാം മാള അരവിന്ദൻ ഫൗണ്ടേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. TC വിനോസ്, മാള. മുല്ലശ്ശേരിയിൽ തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തി. തളിക്കുളം അനിമൽ വെൽഫെയർ ക്ലബ്ബിലെ ഡോഗ് ക്യാച്ചർമാരും മുല്ലശ്ശേരി വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വാക്സിനേഷൻ സ്ക്വാഡും ചേർന്നാണ് തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയത്. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 100 തെരുവു നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നടത്തിയത്. ഫെബ്രുവരി 18, 19 തീയതികളിൽ ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ മുന്നോടിയായി ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. തദ്ദേശ ദിനാഘോഷത്തിന്റെ മാധ്യമ പ്രചാരണ വിഭാഗം തൃശൂർ കോർപ്പറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ അവസാന വർഷ BSW വിദ്യാർത്ഥിനികളാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സജു സെബാസ്റ്റ്യൻ, തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി BP ഷിബു,
ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെയും കോർപ്പറേഷനിലെയും ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ അങ്കണവാടി ബാലകലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാഥ് ധനേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി അധ്യക്ഷത വഹിച്ചു. 25 അങ്കണവാടികളിൽ നിന്നുമായി 160ഓളം കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീദേവി ഡേവിസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീബ വേലായുധൻ, ജനപ്രതിനിധികളായ ക്ലെമൻ ഫ്രാൻസിസ്, രാജശ്രീ ഗോപകുമാർ, സുനീതി അരുൺകുമാർ, ICDS സൂപ്പർവൈസർ അനിത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ കർമ്മ പദ്ധതിയായ പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷയായി. 303 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, 130 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, 63 പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വിവാഹ ധനസഹായം, 70 ദമ്പതികൾക്ക് മിശ്ര വിവാഹ ധനസഹായം തുടങ്ങിയവ വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, AB വർഗീസ്, രാജൻ ജെ പല്ലൻ, AR രാഹുൽനാഥ്, നിമ്മി റപ്പായി, V പ്രഭിത എന്നിവർ സംസാരിച്ചു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അശ്വമേധം 6.0 എന്ന പേരിൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞം സംഘടിപ്പിക്കും. പരിശീലനം സിദ്ധിച്ച ആശാ വർക്കർമാരടങ്ങിയ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും സ്ക്രീനിംഗിന് വിധേയമാക്കും. പരിശോധനയിൽ രോഗസാധ്യതകളുള്ളവരെ വിദഗ്ധ പരിശോധനകൾക്കും ചികിത്സകൾക്കുമായി റഫർ ചെയ്യും. തുടർ ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. 2 കുട്ടികളും 6 വനിതകളും ഉൾപ്പെടെ നിലവിൽ 33 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഈ വർഷം മാത്രം 24 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രോഗനിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിലടക്കം രോഗനിർണയ ക്യാമ്പുകൾ ആരോഗ്യ വിഭാഗം നടത്തിവരുന്നുണ്ട്. പാടുകൾ നോക്കാം, ആരോഗ്യം കാക്കാം എന്നതാണ് ഈ വർഷത്തെ പക്ഷാചരണ സന്ദേശം. ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയാണ് രോഗനിർണയ ഭവന സന്ദർശന യജ്ഞം നടക്കുക. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം വ്യാഴാഴ്ച തൃശൂർ വിമല കോളേജിൽ വെച്ച് നടക്കുമെന്ന് വകുപ്പ് മേധാവികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ ഫ്ലെമി, ഡോക്ടർ സതീഷ്, മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ V സാബു എന്നിവർ പങ്കെടുത്തു. സമ്പൂർണ്ണ ലഹരി വിമുക്ത കേരളത്തിനായി 102 മണിക്കൂർ ഉപവാസ സത്യാഗ്രഹ സമരവുമായി മദ്യവിമോചന മഹാസഖ്യം. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30-ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഉപവാസം ആരംഭിക്കുന്നത്. രാവിലെ 11-ന് മുൻമന്ത്രി VC കബീർ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 3-ന് വൈകിട്ട് 5-ന് സമരം സമാപിക്കും. ഉപവാസത്തിന്റെ ഭാഗമായി സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി KA മഞ്ജുഷ, സമരപരിപാടി ജോയിന്റ് കൺവീനർ പോൾ ചെവിടൻ, കൺവീനർ ബേബി കണ്ണമ്പടത്തി, ജോസ്മി ജോസ്, നദീറ അബ്ദുൾ ഖാദർ എന്നിവർ പങ്കെടുത്തു. അമരിപ്പാടം ശ്രീ ഗുരു നാരായണ ആശ്രമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത് ഗീതജ്ഞാന യജ്ഞത്തിന്റെ 1ാം യജ്ഞം ഫെബ്രുവരി 1 മുതൽ 7 വരെ കൊടുങ്ങല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 1-ന് ഉച്ചതിരിഞ്ഞ് 3:30-ന് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞദീപം, പതാക, വിഗ്രഹം എന്നിവ ഘോഷയാത്രയായി യജ്ഞശാലയിലേക്ക് എഴുന്നള്ളിക്കും. വൈകിട്ട് 5:30-ന് വിവേകാനന്ദ വേദിക് മിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ M ലക്ഷ്മികുമാരി ഗീതജ്ഞാന യജ്ഞം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 7-ന് നടക്കുന്ന സമാപന ചടങ്ങ് സ്വാമിനി നിത്യചിന്മനി ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, ഡോക്ടർ വാസുദേവ പണിക്കർ, PK രവീന്ദ്രൻ, KD വിക്രമാദിത്യൻ, ദിൽഷൻ കൊട്ടേക്കാട്ട് എന്നിവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് മാപ്രാണം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോണി മേനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ചെറിയൻ മാളിയേക്കൽ സന്ദേശം നൽകി.
തിരുനാൾ പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, കൺവീനർ അഡ്വക്കേറ്റ് പോളി ജോസഫ് മഞ്ഞാങ്ങ, ട്രസ്റ്റിമാരായ ജോസഫ് തോമസ്, ജെയ്സൺ ജോസഫ്, ജേക്കബ് ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വാങ്ങിയ ബസ് കൈമാറി. കെ രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ എന്നിവർ സംസാരിച്ചു. കെ രാമചന്ദ്രൻ MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 22 ലക്ഷം രൂപ അനുവദിച്ചാണ് ബസ് വാങ്ങിയത്. അരണാട്ടുകര ഇൻഫന്റ് ജീസസ് സ്കൂളിൽ റീബൌണ്ട് ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. തൃശൂർ DDE AK അജിതകുമാരി അധ്യക്ഷത വഹിച്ചു. നാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ഷാൻ ഷൌക്കത്ത് അലി, നവജ്യോതി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജസ്ലിൻ തെരേസ്, ഫാദർ ജോർജ് എടക്കളത്തൂർ, PK ഷാജൻ, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് PJ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 31 മുതൽ ഫെബ്രുവരി 3 വരെ കുന്നംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 30 വയസ്സ് മുതൽ 100 വയസ്സുവരെയുള്ള പുരുഷ വനിതാ കായിക താരങ്ങളെ 13 കാറ്റഗറികളായി തിരിച്ച് 18 ഇനങ്ങളിൽ മത്സരം നടക്കും. ഈ മത്സരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2500-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും. 31-ന് വൈകിട്ട് 4-ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ജനറൽ കൺവീനർ രാജൻ ജോസഫ്, മീഡിയ കൺവീനർ S. ഷാജി, സ്വാഗത സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ ബേബി ശാലിനി എന്നിവർ പങ്കെടുത്തു. മരത്തംകോട് സ്കൂൾ NSSന്റെ നേതൃത്വത്തിൽ നടന്ന കൊയ്ത്തുത്സവം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കിടങ്ങൂർ പാടശേഖരത്തിൽ PTA, SMC, OSA എന്നീ സമിതികളുടെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത്. നെല്ല് വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. ഇതിനായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തുണി സഞ്ചിയുടെ കൈമാറ്റവും MP നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ചടങ്ങിന് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജമീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ് എന്നിവർ സംസാരിച്ചു. പാലുവായ് AM-LP സ്കൂളിൽ സാംസ്കാരിക സദസ്സും പുസ്തക പ്രകാശനവും നടന്നു. മുരളി പെരുന്നല്ലി MLA സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. യുവസാഹിത്യകാരൻ MH അൻവർ അലിയുടെ കവിതാ സമാഹാരമായ സഹിയയുടെ പ്രകാശനം സംവിധായകൻ പ്രിയനന്ദനൻ നിർവഹിച്ചു. യുവകവി പ്രസാദ് കാക്കശ്ശേരി കവിതാ സമാഹാരം ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VM മുഹമ്മദ് ഗസാലി അധ്യക്ഷത വഹിച്ചു. ആഷത്ത് മുഹമ്മദ്, റാഫി നീലങ്കാവിൽ, PP മുഹമ്മദ്, NP അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും 29 മുതൽ ഫെബ്രുവരി 5 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി അഴകത്തുമന ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രസാദ പരിഗ്രഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 29-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 3-ന് ഉച്ചയ്ക്ക് പുനഃപ്രതിഷ്ഠ നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ PV രഘുനാഥ്, OK ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ, K രാമൻ, A ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ പടിഞ്ഞാറെ കരിമ്പാടത്ത് നെൽകർഷകരും ജനപ്രതിനിധികളും ചേർന്ന് കൊയ്ത്തുത്സവം നടത്തി. കൊയ്ത്തുത്സവം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, കൃഷി അസിസ്റ്റന്റ് P. സ്വാതി, പടവ് കമ്മിറ്റി പ്രസിഡന്റ് MK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. എറവ് കൈപ്പിള്ളി അകമ്പാടത്ത് കൊയ്ത്തുത്സവം നടന്നു. സബ് കളക്ടർ അഖിൽ V. മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ദീർഘകാലം പാടശേഖര സമിതിക്ക് നേതൃത്വം നൽകിയ മോഹൻ പച്ചാപ്പിളിയെ ചടങ്ങിൽ ആദരിച്ചു. പാടശേഖര സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ, സെക്രട്ടറി ഉമാ ശശി, ജോയിന്റ് സെക്രട്ടറി AL റാഫേൽ, കൃഷി ഓഫീസർ സ്വാതി സാബു, ജനപ്രതിനിധികളായ K. രാഗേഷ്, ജെൻസൺ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഈ വർഷത്തെ ഇന്ത്യ സ്റ്റോറി എന്ന സംസ്ഥാന കലാജാഥയ്ക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സ്വീകരണം നൽകി.
തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ MS അരവിന്ദ്, സംവിധാനം AM സജീന്ദ്രൻ, സന്ദീപ് കുമാർ, BS ശ്രീകണ്ഠൻ എന്നിവർ ചേർന്നൊരുക്കിയ 1 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകമാണ് ജാഥയിൽ അവതരിപ്പിച്ചത്. കലാടീമിന്റെ ക്യാപ്റ്റൻ അഖിലേഷ് തയ്യൂരാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് കോലഴി മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VK മുകുന്ദൻ, ട്രഷറർ MN ലീലാമ്മ, മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് A സരിൻ, ഡോക്ടർ ജിയോ തരകൻ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. വിവിധ ഇനം ടൈലുകൾ, സാനിറ്ററി വെയേഴ്സ് തുടങ്ങിയ പ്രീമിയം കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായി ലാവിഷ് പ്രീമിയർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വിലക്കുറവും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന ലാവിഷ് പ്രീമിയറിന്റെ 5ാമത് ഷോറൂം തൃശൂർ കുറുപ്പൻ റോഡ് മന്നാടിയാർ ലൈനിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, ലാവിഷ് ഗ്രൂപ്പ് ഫൗണ്ടറും ചെയർമാനുമായ TL ഔസേബ്, ലാവിഷ് പ്രീമിയർ ഡയറക്ടർമാരായ ലിൻസൺ തരകൻ, പ്രിറ്റി ലിൻസൺ, ലിയാന റോസ്, ലിസ്ബത്ത് റോസ് തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ ബ്രാൻഡഡ് സെക്ഷനുകളുടെ ഉദ്ഘാടനം ഷെറി നെഹനാൻ, മാത്യു സണ്ണി, M മുകുന്ദൻ, മനോജ് ലാൽ, M പ്രജീഷ്, രാഹുൽ രാജൻ, സബിത്, രാജേഷ് കുമാർ, റംഷാദ് മൊയ്തീൻ, ജിമ്മി ജോസ്, BK സുധീർ എന്നിവർ നിർവഹിച്ചു. വൈവിധ്യമാർന്ന വിവിധയിനം ബ്രാൻഡഡ് ടൈലുകളുടെയും സാനിറ്ററി വെയേഴ്സിന്റെയും വിപുലമായ കളക്ഷൻസാണ് തൃശൂർ ലാവിഷ് പ്രീമിയറിൽ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 ഭാഗ്യശാലികൾക്ക് 3 ഗോൾഡ് നെക്ലസുകളും സമ്മാനമായി നൽകി. കൂടാതെ പർച്ചേസ് ആൻഡ് വിൻ ഓഫർ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് ടൈൽ സൗജന്യമായി വിരിച്ചു നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 8139090966. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7480 രൂപ, പവന് 59,840 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3309 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ നടന്ന D-സോൺ കലോത്സവത്തിൽ സംഘർഷം, 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ കൊണ്ടുവന്ന ആംബുലൻസിന് നേരെയും ആക്രമണം, മത്സരങ്ങൾ നിർത്തിവെച്ചു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. മാസ്റ്റർ പ്ലാൻ വിഷയത്തിലെ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ. തൃശൂർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. വേലൂരിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. പഞ്ചായത്തിന്റെയും കരാറുകാരന്റെയും അനാസ്ഥയ്ക്കെതിരെ മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്ത്. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാട്ടുകാഴ്ചകൾ വൈകിട്ട് ജാറമംഗലത്തിൽ എത്തിച്ചേരും. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.